ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് വാങ്ങാത്തവർ വളരെ ചുരുക്കം ആളുകൾ ഉണ്ടാവുകയുള്ളല്ലേ. ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൊടുക്കാറുള്ളത്. അതായത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം അവർക്ക് ക്യാഷ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ ചിലർ അതൊരു നേരത്തെ തന്നെ പണം കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ഓർഡറും ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ചെയ്യാറുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ബോയ്സ് എത്തിച്ചു തരും എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ വീട് എവിടെയാണെങ്കിലും നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവരത് വിളിച്ചന്വേഷിച്ച് അത് കഷ്ടപ്പെട്ട് കൊടുത്തു തരുമെന്നുള്ളതാണ്. പക്ഷെ അവരുടെ സാലറി എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമ്മീഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ 15-14 രൂപയൊക്കെയാണ് കിട്ടുന്നത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ മുന്നേ ഇതുപോലൊരു ഡെലിവറി ജോബിൻ്റെ കമ്പനിയിലേക്ക് വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു പ്രൊഡക്റ്റ് എത്ര ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ 15 രൂപ 14 രൂപ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സാലറി എത്രയെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം മറ്റൊന്നുമല്ല, ഇന്നിപ്പോൾ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടോ. ഒരു ഡെലിവറി ബോയ് സാധനം കൊണ്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെയുള്ള ഒരു ചേച്ചി അവരോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത്. ഏതായാലും നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു. സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ്. ആമസോണ് സാധനം തരാതെ പോവുകയാണ്. ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ്, തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ്. ശബ്ദം കൂടി എന്ന് പറഞ്ഞിട്ട് അതൊരു റീസൺ ആണോ? എന്റെ രീതി ഇങ്ങനെയാണ്. പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു. ഞാൻ പൈസ തരും, ബാക്കി തരാനാ പറഞ്ഞത്. എത്ര പൈസ? എത്ര ഞാൻ ഈ വീഡിയോ ഞാനെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യും. കാരണം താൻ കാണിച്ചോ ശരിയല്ല, താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല. പൈസ തരാൻ അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം. പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന സാധനം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതെന്ത് മര്യാദയാ? ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ എടോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ച് നോക്കണം. അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചാണെന്ന്. ഓക്കെ, താൻ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂ എന്ന്. എനിക്ക് സാധനം വേണം, തരും. നീ പറഞ്ഞ പൈസ തരാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്താ ഗുണ്ടായിസം കാണിക്കണം ഇവിടെ വന്ന്? അല്ല, നീ എന്താ ഗുണ്ടായിസം കാണിക്കാനാണോ ഉദ്ദേശം നിന്റെ? അല്ല, നീ തന്നെ പൊട്ടിച്ച് കാണിക്കും. പിന്നെ നീ ഇത്രയും ഷോ കാണിക്കുമ്പോൾ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നേ? അല്ല, നീ ഇത്രയും ഷോ കാണിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ വീട്ടിൽ വന്നിട്ട് കാരണം ഈ ഇത്രയും സ്ഥലത്ത് നിന്നിട്ട് നീ ഈ പോക്കത്തരം കാണിക്കേണ്ട. ഞാൻ പൈസ ഇടാതെ ഞാൻ ഇങ്ങോട്ട് ഓടാനാടാ. ചേട്ടാ, എനിക്കത് മനസ്സിലായി. ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം. നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നത്. എനിക്ക് സൗണ്ട് കുറക്കേണ്ട കാര്യമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാൽ മതി. ഞാൻ വരാത്തില്ലല്ലോ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാൽ മതി. എനിക്ക് സാധനം വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നേ. സാധനം കാര്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിക്കാൻ എനിക്ക് പൊട്ടിച്ച് നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ. എന്നാ നീ കൊണ്ടു. നീ ഇത്രയും പട്ടിഷോ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം. വേണ്ട, ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം. അപ്പോൾ ഇതാണ് സംഭവം. പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, ഒന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് അത് വീഡിയോ എടുത്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. വൈറലാവാൻ വേണ്ടി ചെയ്തത് അത് എയറിലായി പോയി എന്നുള്ളതായി. കാരണം ഈ ഒരു ചേച്ചി കരുതിയിരുന്നത് ഒട്ടുമിക്ക ആളുകളും തന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഒരാൾ പോലും പുള്ളിക്കാരത്തിയെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം അവർ എന്താ പറയുന്നത്, അവരുടെ ആവശ്യം എന്ന് പറയുന്നത് സാധനം കിട്ടി, അതായത് ആ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം അത് തുറന്നു നോക്കിയിട്ട് അതിന് കേടുപാടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ക്യാഷ് തരൂ എന്നുള്ള നിലപാടായിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറ്റത്തില്ല എന്നാണ് ഈ ഒരു ഡെലിവറി ബോയ് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ്, ക്യാഷ് ഓൺ ഡെലിവറിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു ചേച്ചിയും അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ക്യാഷും പിടിച്ചങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം പണം കൊടുക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ല. അങ്ങനെ ഒരു നിയമം അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ പ്രൊഡക്റ്റിന് വല്ല ഡാമേജോ വല്ല കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ ഏത് ഓൺലൈൻ ഷോപ്പിൽ നിന്നാണോ ഒരു സാധനം മേടിച്ചത് അവരുടെ പേജിൽ വളരെ കറക്റ്റായിട്ട് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഡെലിവറി ബോയ് വന്നിട്ട് നിങ്ങളുടെ സാധനം എടുത്തുകൊണ്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത്ര മാത്രമാണ്. ഇവർ ഓർഡർ ചെയ്ത ആ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് അതിന് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഫണ്ട് നൽകൂ എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് തീർത്തും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ മേടിച്ച പ്രോഡക്റ്റിന് ഡാമേജും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്.